നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് തിരുവാതിര വ്രതത്തെക്കുറിച്ചിട്ട് പറയാനാണ്. എല്ലാവർക്കും ഒരുപാട് കൺഫ്യൂഷൻ ഉള്ള ഒരു തിരുവാതിരയാണ് ഈ പ്രാവശ്യ തിരുവാതിര അല്ലേ. ഏത് ഡേറ്റിനാണ് എന്താണ് എന്ന് മനസ്സിലാവാത്ത ഒരു കാര്യമായിരുന്നു. കാരണം ധനു തുടങ്ങിയപ്പോൾ ഒരു തിരുവാതിര ഉണ്ടായിരുന്നു അല്ലേ. ശരിക്കും നമ്മൾ തിരുവാതിര വരുന്നത് നാളെയാണ്, അതായത് ജനുവരി 12-ന്. ഇന്നിപ്പോൾ മകേര്യത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ എല്ലാ സാധാരണ വ്രതം എടുക്കുന്ന പോലെ ഒരു ദിവസം രാവിലെ തുടങ്ങി വൈകിട്ട് അവസാനിക്കുന്നതാണ് ഈ തിരുവാതിര വ്രതം എന്ന് അല്ല അല്ലേ. അതുപോലെയുള്ള ഒരു വ്രതമല്ല തിരുവാതിര വ്രതം. തിരുവാതിര ആ നക്ഷത്രം എപ്പോഴാണോ തുടങ്ങുന്നത് അപ്പോൾ മാത്രമേ നമ്മൾ ആ വ്രതം തുടങ്ങുന്നുള്ളൂ. നാളെ ജനുവരി 12-ആണ്, ധനു 28. അപ്പോൾ നാളെ മകേര്യം, ഇന്ന് മകേര്യം തുടങ്ങി എന്ന് ഞാൻ പറഞ്ഞു. മകേര്യം അവസാനിക്കുന്നത് നാളെ 11:26-നാണ് രാവിലെ. അപ്പോൾ അവിടെ തുടങ്ങും തിരുവാതിര. അപ്പോൾ നമ്മുടെ വ്രതവും നാളെ 11:26 മുതൽ സ്റ്റാർട്ട് ആവണം. തിരുവാതിര വ്രതത്തെക്കുറിച്ചിട്ടും അതിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചിട്ടും ഞാൻ ഇതിൻ്റെ മുന്നേ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അധികം ഡീപ്പായിട്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ നാളെ 11:26-ന് തിരുവാതിര തുടങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തിരുവാതിര എടുക്കണം. 13-ാം തീയതി 10:39 വരെയാണ് തിരുവാതിര ഉള്ളത്. അപ്പോൾ നമ്മൾ തിരുവാതിര നൈറ്റ് ഉറക്കം ഒഴിക്കുന്നതൊക്കെ നാളെയാണ്. നാളെ കലണ്ടറിൽ ഇപ്പോൾ മകേര്യം കാണുന്നതാണെങ്കിലും ചില കലണ്ടറിൽ അങ്ങനെയുണ്ട്. ഇപ്പോൾ നാളെയാണ് നമ്മുടെ തിരുവാതിര ഉറക്കം ഇല്ലാത്ത രാത്രി അല്ലേ. ഉറക്കം ഒഴിക്കേണ്ടതൊക്കെ നാളെയാണ്. അപ്പോൾ നാളെ ഇപ്പോൾ രാവിലെ അമ്പലത്തിൽ പോയി തീർത്ഥം സേവിച്ച് വ്രതം തുടങ്ങിയതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റുണ്ട് എന്നല്ല. അപ്പോൾ നമ്മൾ തിരുവാതിര തുടങ്ങിയതിന് ശേഷം അമ്പലത്തിൽ പോക്ക് നിർബന്ധമാണ്. ശിവപാർവതി ക്ഷേത്രത്തിൽ നാളെ വൈകിട്ട് നിർബന്ധമായിട്ടും ശിവക്ഷേത്രത്തിൽ പോവുക. മറ്റന്നാൾ 10:39 വരെയാണ്, അതായത് തിങ്കളാഴ്ച ജനുവരി 13-ാം തീയതി 10:39 വരെയുണ്ട് നമ്മുടെ തിരുവാതിര. അപ്പോൾ നമ്മൾ മറ്റുള്ള വ്രതങ്ങളെ പോലെയല്ല ഒരിക്കലൂണ് എന്നുള്ളതൊന്നും ഈ തിരുവാതിര വ്രതത്തിൽ ഇല്ല. അരി ആഹാരം തീരെ ഒഴിവാക്കുക, ഫ്രൂട്ട്സ് കഴിക്കാം. പിന്നെ എട്ടരങ്ങഴി പുഴുക്ക്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പുഴുക്കൊക്കെ വെച്ച് കഴിക്കാം. ഫ്രൂട്ട്സുകൾ ഇതൊക്കെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ പണ്ട് വേറെ വ്രതങ്ങൾ പോലെയല്ല, ഇത് കുറച്ചും കൂടെ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള വ്രതമാണ് അല്ലേ. നല്ല തിരുവാതിരക്കളിയും ഊഞ്ഞാലാട്ടവും. പണ്ടൊക്കെ ഈ തിരുവാതിര, ധനുമാസത്തിൽ തിരുവാതിര എന്ന് പറഞ്ഞാൽ വലിയ ആഘോഷമായിരുന്നു. വീടുകളിൽ വലിയ ആഘോഷം ഉണ്ടാക്കുന്ന ഒരു വ്രതമായിരുന്നു തിരുവാതിര വ്രതം എന്ന് പറയുന്നത്. ആട്ടും പാട്ടും ഒക്കെ ആയിട്ട്. അതുപോലെ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റുമെന്നറിയില്ല, പറ്റുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെ ആഘോഷിക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ നാളെ ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, ഉമാമഹേശ്വര സ്തോത്രം കേൾക്കുക. നാളത്തെ വ്രതം നമ്മളെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്ക്, ഐക്യമില്ലായ്മ, ഇതൊക്കെ ഈ വ്രതം എടുക്കുന്നതിലൂടെ ഇല്ലാണ്ടാവുന്നുണ്ട്. ഞാൻ ഓരോ വീഡിയോയിലും പറയാറുണ്ട്, ഇത് സ്ത്രീകൾക്ക് മാത്രം ഉള്ള വ്രതമല്ല, പുരുഷന്മാരും ഇതിൽ പങ്കാളികളാവണം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ഐക്യത്തോടു കൂടി ഈ വ്രതം എടുക്കുക. അപ്പോൾ എല്ലാവർക്കും തിരുവാതിര ആശംസകൾ അറിയിക്കുന്നു. എല്ലാവരും വ്രതം എടുക്കുക. വ്രതശുദ്ധിയോടുകൂടി നമ്മൾ 13-ാം തീയതി വ്രതം അവസാനിക്കുന്നതോടുകൂടി നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ. ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം സ്നേഹത്തോടെ. അർദ്ധനാരീശ്വരനാണ് ശിവപാർവതി അല്ലേ. അപ്പോൾ അർദ്ധനാരീശ്വരന്മാരായിട്ട് ഓരോ ഭാര്യാഭർത്താക്കന്മാർക്കും ജീവിക്കാൻ സാധിക്കട്ടെ. അതുപോലെ പ്രണയിക്കുന്നവർക്ക് പ്രണയസാഫല്യം ഉണ്ടാവട്ടെ.
ഈ വ്രതം എടുക്കുന്നതിലൂടെ എല്ലാത്തരം സാഫല്യങ്ങളും നമുക്ക് കൈവരുന്നതാണ്. അപ്പോൾ താങ്ക് യു. എല്ലാവരും വ്രതം എടുക്കുക. നമഃശിവായ.